സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ഹൃദയാഘാതമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. വിദഗ്ധ സംഘം എം.ടിയെ നിരീക്ഷിക്കുകയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് എം.ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാഹിത്യകാരൻ എം.എൻ. കാരശ്ശേരി, സംവിധായകൻ ഹരിഹരൻ, മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ആശുപത്രിയിലെത്തി എം.ടിയെ സന്ദർശിച്ചിരുന്നു. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ആശുപത്രിയിലെത്തി എം.ടി. വാസുദേവൻ നായരെ സന്ദർശിച്ചു. എം.ടിയോടുള്ളത് വൈകാരികമായ ആത്മബന്ധമാണെന്നും എം.ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഏറ്റവും പുതിയതായി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ എന്താണ് പറയുന്നത്? അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു, ആ നിലയിൽ മാറ്റമില്ല എന്നാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. നീലിമ, മലയാളത്തിൻ്റെ സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. രാവിലത്തെ അതേ സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പ്രധാനമായും പറയുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എം.ടി. വാസുദേവൻ നായരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യവും ഹൃദയാഘാതം സംഭവിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇപ്പോഴും ഗുരുതരമായൊരു സാഹചര്യത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ 3-ാം നിലയിലെ കാർഡിയാക് ICUയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഒരു പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരീക്ഷിക്കാനായി ഇവിടെയുണ്ട്. ഈ എം.ടി. ആശുപത്രിയിലാണ് എന്ന വിവരമറിഞ്ഞ് സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ രംഗത്തെ നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് അദ്ദേഹവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ആ ഒരു അർത്ഥത്തിൽ ഗോവ ഗവർണർ ഇവിടെ എത്തുകയും എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശുപത്രി അധികൃതരോട് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം സഞ്ചരിച്ച സിനിമാ സംവിധായകനാണ് ഹരിഹരൻ. അദ്ദേഹം ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുകയും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ എം.എൻ. കാരശ്ശേരിയും അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയും ഒക്കെ തന്നെ ആശുപത്രിയിൽ ഇപ്പോഴും എം.ടിയോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരം. പിന്നെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ പലതവണ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിട്ടുണ്ടെങ്കിൽ പോലും അന്നൊക്കെ ഒരു അത്ഭുതം പോലെ അദ്ദേഹം തിരിച്ചു വന്ന് ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അത്തരത്തിലൊരു തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലയാളി സാഹിത്യ ലോകവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായനക്കാരും കാത്തിരിക്കുന്നത്. നീലിമ, സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലും സ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടാണ് ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നത്.